पिछले दिनों मैंने कहा പശ്ചാത്താപത്തിന്റെ ഒരു നല്ല ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. पश्चाताप का एक अच्छा उदाहरण मैं आपको देता हूँ. ആരാണ് ഈ ഉത്തമഗീതം എഴുതിയത്? कौन है जो सॉन्ग्स ऑफ सॉन्ग लिखा है? ആരാണ്? ശലോമോൻ. സലോമോൻ. ശലോമോന്റെ ഉത്തമഗീതത്തിൽ പ്രതിപാദിക്കുന്ന സ്റ്റോറി കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞു തന്നല്ലേ? इसमें जो कहने वाली कहानी मैंने पिछले दिनों में आपको कहा. ഒരു ത്രികോണ പ്രേമത്തിന്റെ ചരിത്രം, ഒരു ട്രയാങ്കുലർ ലവിന്റെ ചരിത്രമാണ് ഈ ഒരു ഉത്തമഗീതം. ये ट्रायंगल प्रेम के बारे में एक कहता है. മൂന്ന് പ്രധാന ക്യാരക്ടേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. वहाँ तीन प्रधान बोलते ना कि कैरेक्टर्स को हम देखते हैं. ശൂലേമി, एक शूलेमी, ശലോമോൻ രാജാവ്, सलोमोन राजा ഒരു ഇടയച്ചെറുക്കൻ और एक चरवा लड़का. ഈ ശൂലേമിയെ ശലോമോൻ വലിയ സ്നേഹമാണ്. ये शूलेमी से सलोमोन बहुत प्रेम करता है. അവളുടെ സൗന്ദര്യം കണ്ടിട്ട് ശലോമോൻ പറയുകയാണ്, എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. उसकी खूबसूरती देख के सलोमन बोलते कि मुझे तुझसे शादी करना है. ശലോമോൻ ആള് മോശമൊന്നുമില്ല. सुलेमान जो व्यक्ति है वो कमजोर नहीं है. എലിജിബിൾ ബാച്ചിലർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, പക്ഷേ എലിജിബിൾ. ഹല്ലേലൂയ. बोलते ना कि നമ്മുടെ लायक बैचलर तो नहीं है लेकिन लायक है. മീഡിയ ഒക്കെ ഇടയ്ക്ക് പറത്തില്ല ഇന്ത്യയിലെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ ആരാന്ന്. ഹല്ലേലൂയ. कभी-कभी मीडिया पूछते हैं कि find out such people. hallelujah. कि कभी-कभी मीडिया ऐसा ढूंढते लोगों को. എലിജിബിൾ ബാച്ചിലർ ഒന്നുമല്ല, वो एलिजिबल बैचलर नहीं है, വിവാഹം കഴിച്ചിട്ടുള്ള ആളാണ്. उसने बहुत शादी किया है, പക്ഷേ മോസ്റ്റ് എലിജിബിൾ മാൻ ആണ്. ഹല്ലേലൂയ. पर बहुत ही एलिजिबल इंसान है वो. എല്ലാ കന്യകമാരുടെയും സ്വപ്നമാ ശലോമോനെ വിവാഹം കഴിക്കുക എന്നുള്ളത്. हर एक कुंवारी चाहते हैं उससे शादी करे. പക്ഷേ ഈ പെൺകുട്ടി പറഞ്ഞു, लेकिन ये लड़की ने कहा, ഹല്ലേലൂയ, എനിക്കൊരു ഇടയച്ചെറുക്കനുണ്ട്, मुझे एक चरवा है, അവൻ എന്റെ പ്രിയനാണ്, वो मेरा प्रिय है. ജെറുസലേം പുത്രിമാർ ചോദിച്ചു, നിന്റെ ഇടയച്ചെറുക്കൻ എന്താ ഇത്ര വലിയ വിശേഷതയുള്ളത്? और जेरूशलेम की जो स्त्रियों ने पूछा तेरे चरवा को क्या है खासियत? അപ്പോൾ അവൾ പറഞ്ഞു, എന്റെ പ്രിയൻ വെണ്മയും ചുമപ്പുമുള്ളവനാ. तो उसने कहा कि मेरा जो प्रिय है, मेरा प्रिय जो सफेद और लाल है. അതിനൊക്കെ തിയോളജിക്കൽ വചനപരമായ അർത്ഥങ്ങളുണ്ട് കേട്ടോ, അവിടേക്ക് നമ്മൾ പോകുന്നില്ല. उसका वो काफी सारे अर्थ है. പതിനായിരങ്ങളിൽ അവൻ സുന്ദരനാ, हजारों में खूबसूरत है. അവസാനം अंत में ഈ ശൂലേമി ശലോമോനെ വേണ്ട എന്ന് നിഷേധിച്ച് പറഞ്ഞിട്ട്, ലോകത്തെ വേണ്ട എന്ന് നിഷേധിച്ച് പറഞ്ഞിട്ട് ഈ ഇടയച്ചെറുക്കനെ സ്വീകരിക്കുന്നത് ഇതിനകത്തെ കഥ. और अंत में उस बोलते ना सोलोमन को नहीं चाहिए बोल के उसको नास्वीकार करके, दुनिया को नास्वीकार करके वो चरवा को अपनाता है. ഇങ്ങനെ പറയാൻ പറ്റും, हम इस प्रकार कहता है. ഈ ത്രികോണ പ്രേമത്തിലെ ഹീറോ ആരാണ് ശരിക്കും? ये जो ट्रायंगल लव का हीरो कौन है? ആരാ? प्रभु. प्रभु ഇടയച്ചെറുക്കനാ ആണോ? യാതൊരു സംശയമില്ല, ഹീറോ ഇടയച്ചെറുക്കനാ. ഹീറോയിൻ ആരാണ്? ശൂലേമിയാണ്. അപ്പൊ വില്ലൻ ആരാ? दुनिया. सोलोमन. ശലോമോൻ. ആ വില്ലൻ എഴുതിയ പുസ്തകം ഇത്.
वो जो विलन ने लिखा हुआ किताब है ये। ഹലോ, ഹീറോ പുസ്തകം എഴുതിയ നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. अगर हीरो अगर किताब लिखे तो हमें समझ में आता है। അവർക്ക് എന്നെ മനസ്സിലാക്കുന്നുണ്ട്. कितने लोग मुझे समझ में आ रहे हैं? ഹീറോ എഴുതുവതൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ കഷ്ടം സഹിച്ചാണ് ഈ പെൺകുട്ടിയെ സ്വന്തമാക്കി എന്ന് പറഞ്ഞ് അവന്റെ ഒരു ബയോഗ്രഫി, ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയാൽ, ഒരു കാവ്യം എഴുതിയാൽ അത് നമുക്ക് മനസ്സിലാക്കാം. अगर एक हीरो अपने पूरा बोलते हैं मैं इतना संघर्ष करके इसको पाया है तो हम समझ सकते हैं। പക്ഷെ ഈ ഒരു ത്രികോണ പ്രേമത്തിൽ പരാജയപ്പെട്ട വില്ലനായി നിന്ന മനുഷ്യൻ, തോറ്റ മനുഷ്യൻ, അവൻ ഒരു ബയോഗ്രഫി എഴുതിയിരിക്കുക, ഒരു കാവ്യം എഴുതിയിരിക്കുക. ആരെ പ്രകീർത്തിക്കാൻ? ഹല്ലേലൂയ. ആ ഹീറോയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ പ്രകീർത്തിക്കാൻ ഒരു പോയം, ഒരു കാവ്യം എഴുതിയിരിക്കുക. लेकिन यहाँ देखो एक जो विलन है जो पराजित हुआ वो एक लिखा हुआ है किसको दर्शाने के लिए, उस हीरो को दिखाने के लिए, उस स्त्री को दिखाने के लिए। അങ്ങനെ ആരെങ്കിലും എഴുതുമോ? क्या ऐसा कोई लिखेगा? എഴുതുമോ? പരാജയപ്പെട്ടവൻ ചീത്ത വിളിക്കത്തേ ഉള്ളൂ, ഇല്ലയോ? कि जो पराजित हो गाली देगा, അവരുടെ കുടുംബത്തെ ശപിക്കത്തേ ഉള്ളൂ. उसके कुटुंब को शाप देगा कि अब तू कभी अच्छा नहीं होगा, അതുകൊണ്ട് നിന്റെ കുടുംബം അല്ലേ നശിച്ചു പോട്ടെന്ന് പറയത്തേ ഉള്ളൂ. मुझे छोड़ के इसके तेरा कुटुंब नाश होने दे। ശലോമോൻ ഒരു രാജാവാണ്. सुलेमान एक राजा है, രാജാവിന്റെ ഒരു പൊസിഷൻ ഉണ്ട് കേട്ടോ. राजा का एक स्थान है। രാജാവിന് എത്ര വലിയ നാണക്കേടായിരിക്കും തൻ്റെ ദേശത്തിലെ തൻ്റെ ഒരു സബ്ജക്റ്റ്, തൻ്റെ ഒരു അല്ലേ എന്താ പറയുന്നത്, സിറ്റിസൺ, ഒരു പ്രജ, തൻ്റെ ഒരു പ്രജ തന്നെ കളഞ്ഞിട്ട് തൻ്റെ നാട്ടിലെ വേറൊരു ഇടയച്ചെറുക്കൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞാൽ അവൻ എന്ത് വലിയൊരു അല്ലേ ഹല്ലേലൂയ പരാജയമാണത്. राजा के लिए कितना बेशर्मी की बात है कि उसके देश का, उसके राज का कोई प्रजा उसे छोड़ के दूसरा कोई व्यक्ति के साथ गया तो അങ്ങനെ എഴുതുമോ? कैसे लिखेगा? ലോജിക്ക് ഉപയോഗിച്ച് അങ്ങനെ आप എഴുതുമോ? जरा सोच के देखिए, लिखेगा? രാജാക്കന്മാർക്ക് സ്തുതി പറയുന്നത് ഇഷ്ടം, സ്തുതി കേൾക്കുന്നത് ഇഷ്ടം. രാജാവും പരാജയം ആരും പറയുന്നത് ഇഷ്ടമല്ല. राजाओं को अपना प्रशंसा सुनना अच्छा लगता है, उनका पराजय बोलना അപ്പോൾ എന്റെ नहीं। ചോദ്യം, പിന്നെ ശലോമോനെ നീ എന്തിനാണ് ഇത് എഴുതിയത്? फिर सोलोमन तूने क्यों लिखा? അതിന് പറയുന്ന പേരാണ് പശ്ചാത്താപം. उसको कहते हैं पश्चाताप। ഇനി ഞാൻ ചെറിയ കഥ പറഞ്ഞു തരാം കേട്ടോ. अब एक छोटी कहानी के बताता हूँ। ഹല്ലേലൂയ. ആരായിരിക്കാം ഈ ഇടയ പെൺകുട്ടി? कौन है ये जो लड़की? ഇതിനെക്കുറിച്ച് ക്ലിയർ എവിഡൻസസ് ഒന്നും വേദപുസ്തകത്തിൽ ഇല്ല. इसके बारे में कोई एविडेंस नहीं है वचन, ചെറിയ ചില സൂചനകൾ വെച്ചിട്ട് पर लेकिन कुछ बातों को रख के വചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ, वचन पढ़ाने वाले परमेश्वर के दास लोग അഭിപ്രായപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. कि वो लोग कहने वाले कुछ बातें हैं। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ पहला राजा पहला इसमें ഒരു അബീഷാഗ് എന്ന് പറയുന്ന ഒരു സുന്ദരിയായ യുവതിയെ നാം കാണുന്നു. अभिषेक बोल के एक खूबसूरत स्त्री को हम देखते हैं। ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് അബീഷാഗിനെ നാം കാണുന്നത്. कि पहला राजा पहला का 4 की आयत में हम उसको देखते हैं। ആ യുവതിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ, ആ യുവതി അതിസുന്ദരിയായിരുന്നു. उस स्त्री के बारे में कहते हो बहुत खूबसूरत थी। 3-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നുകൂടി 3-ാം വാക്യം വായിച്ചേ. समस्त इस्राइल देश में सबसे खूबसूरत, सबसे सुंदर युवती को, कुंवारी को क्या किया? ढूंढ रहे थे. एंड दे गॉट अभिषेक. इसका मतलब क्या है? उसका अर्थ क्या है? ആ ഇസ്രായേൽ ദേശത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരുന്നു ആര്? अभिषेक. और उसके आगे पढ़िए, कहाँ का है वो लड़की? एक शूनेमवासी लड़की. शूनेमवासी എവിടുത്തുകാരിയാണ് ഇവള്? ശൂനേംകാരെത്തി. പക്ഷേ ഉത്തമഗീതത്തിൽ പറഞ്ഞ ശൂലേമേറ്റ് എന്നാ പറഞ്ഞല്ലേ. ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലോ, ശൂനേമും ശൂലേമേറ്റും. ഇനിയും വേദപുസ്തകം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരുടെ പ്രസ്താവന, അവരുടെ അഭിപ്രായം, अभी जो वचन जो सिखाने वाले पंडितों की ശൂലേം എന്ന ദേശത്തിന്റെ മറ്റൊരു പര്യായ പദമാണ് ശൂലേം. രണ്ടും ഒരേ ദേശം शून्य बोल के തന്നെയാണ്. जो देश है उसका दूसरा एक बात है शून्य में। അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയല്ലോ. क्या आपका उसका कंफ्यूजन അപ്പൊ ഈ दूर हुआ? ശൂലേമേറ്റ് അല്ലെങ്കിൽ ശൂനേംകാരെത്തി, ഹല്ലേലൂയ, രണ്ടും ഒരു ദേശമാണ്. तो ये दोनों एक ही देश है। അപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ നമ്മൾ ഇവിടെ കാണുന്നു. तो अभिषेक बोल के बहुत ही खूबसूरत लड़की को हम यहाँ देखते हैं। ദാവീദിന് വേണ്ടി വിവാഹം കഴിക്കാനായി ഇവളെ കൊണ്ടുവന്നത്. दावीद के साथ शादी कराने के लिए इसको ले आया, ദാവീദ് അവളെ വിവാഹം കഴിച്ചില്ല. लेकिन दावीद ने उससे शादी नहीं की। ദാവീദിനെ അവൾ തന്റെ ദാവീദിന്റെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷ ചെയ്യുക മാത്രമാണ് ചെയ്തത്. लेकिन दावीद ने उससे शादी नहीं किया, उसकी उधर सेवा किया। അടുത്ത അധ്യായമാകുമ്പോൾ, 2-ാം അധ്യായമാകുമ്പോൾ जो दूसरा आयत आता है, ദാവീദിനെതിരെ റിബലിയൻ നയിച്ച അല്ലെങ്കിൽ ശലോമോനെതിരെ റിബലിയൻ നയിച്ച് രാജാവാകാൻ ശ്രമിച്ച ദാവീദിന്റെ മറ്റൊരു മകൻ ഉണ്ടായിരുന്നു.
कि राजा को विरुद्ध करके बोलते हैं ना कि उसका एक बेटा था जो राजा बनने चाहा, അവന്റെ പേര് उसका नाम അദോനിയാവ് എന്നായിരുന്നു. अदोनिया था. അദോനിയാവ്. अदोनियाव. അവനെ കുറിച്ചും എന്താ പറയുന്നതെന്ന് അറിയാമോ? उसके बारे में क्या कहता है? 1-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ ബഹുസുന്ദരനായിരുന്നു. उसके बारे में कहते हैं बहुत खूबसूरत था. ബഹുസുന്ദരനായിരുന്നു. वो बहुत खूबसूरत ഈ था. അദോനിയ രാജാവ്, ये जो अदोनिया राजा है, രാജാവാകാൻ ശ്രമിച്ച ഇവൻ ദാവീദിന്റെ മകൻ, जो दावीद का जो बेटा है, അവൻ സ്വയം രാജാവായവനാ ദാവീദിന്റെ അറിവ് കൂടാതെ. वो राजा बना था बिना दावीद के जानकारी के. അദോനിയാവ് 2-ാം അധ്യായത്തിൽ ബേത്ശേബയിലൂടെ സലോമോൻ രാജാവിന്റെ അടുക്ക് വന്നിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്, ഈ അബീഷാഗിനെ എനിക്ക് വിവാഹം ചെയ്തു തരണം. तो ये जो है कि बोलते हैं बेत्शेबा से जाके सोलोमन राजा को बोलते हैं कि मुझे उसे शादी करना है, ഈ അബീഷാഗിനെ എനിക്ക് വിവാഹം കഴിക്കാൻ. अभिषेक से मुझे शादी करना है. പക്ഷെ ആ ഒറ്റ ആഗ്രഹം കേട്ടപ്പോൾ ശലോമോന് ഭയങ്കര ദേഷ്യം വന്നു. जब वो सुना तो सोलोमन को बहुत गुस्सा आया ശലോമോൻ അവനെ കൊല്ലാൻ കൽപ്പന കൊടുത്തു. कि सोलोमन ने उसको मार डालने की आज्ञा दिया. അതിന്റെ അർത്ഥം ഇവൻ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നെങ്കിൽ അതിന്റെ അർത്ഥം അബീഷാഗിനെ ഇതുവരെ ശലോമോൻ വിവാഹം കഴിച്ചിട്ടില്ല. उसका अर्थ है कि अभी तक उसने उससे शादी नहीं किया, അവൾ ഇപ്പോഴും കന്യകയായിട്ട് ആ കൊട്ടാരത്തിൽ പാർക്കുകയാണ്. कि अभी भी वो कुंवारी बनकर उस महल में है. എന്നാൽ ഇവന്റെ റിക്വസ്റ്റ് ശലോമോൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. लेकिन इसका जो बिनती उसको सोलोमन को जरा से पसंद नहीं आया. അത് ശലോമോൻ അവളുടെ സൗന്ദര്യം കണ്ടോന്നല്ല അവനെ കൊന്നു കളഞ്ഞത്. उसका खूबसूरती देख के नहीं उसको मार डाला. അതിൽ ഒളിച്ചിരിക്കുന്ന ആഗ്രഹത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചതി ശലോമോന് മനസ്സിലായി. वो जो उसमें जो छुपा हुआ एक कपट उसे पता चला. ഈസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് ईस्टर्न कल्चर के हिसाब ഒരു से രാജാവ് നാട് നീങ്ങി അടുത്ത രാജാവ് വരുമ്പോൾ एक राजा जो दूसरे राज में जब आता है, ആദ്യത്തെ രാജാവിന്റെ ഭാര്യമാരെ രണ്ടാമത്തെ രാജാവ് അപഹരിച്ചെടുക്കും. कि पहले राजा के पत्नी को ले लेते हैं. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ऐसा अगर ले ले, അതിന്റെ അർത്ഥം उसका अर्थ ആ है രാജ്യത്വം അവൻ ഉറച്ചെന്നാ. कि वो राज उससे पा लिया है. അപ്പോൾ ദാവീദിന് വേണ്ടി കൊണ്ടുവന്ന പെൺകുട്ടിയെ ശലോമോൻ വിവാഹം കഴിക്കാതെ അദോനിയാവ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അദോനിയാവ് ആ ഇസ്രായേൽക്കാരുടെ ഇടയിൽ കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്, നോക്ക് രാജാവിന്റെ ലീഗൽ റൈറ്റ് എനിക്കാണെന്ന്. അവൻ പിന്നെ രാജാവാകാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ശലോമോൻ അവനെ കൊന്നുകളഞ്ഞത്. कि अगर वो इस प्रकार करते उसका अर्थ ये है कि जो दावीद के लिए जो लेके आया अगर उसे वो शादी करते तो उसका मतलब ये है कि अभी राजा बनने का योग्य मैं है, इसके उसको मार डाला. നമ്മുടെ വിഷയം അതല്ല. हमारा विषय वो नहीं है. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ, अब ध्यान देना, ഈ അബീഷാഗിനെ അദോനിയാവ് വിവാഹം കഴിച്ചില്ല, അവനെ കൊന്നുകളഞ്ഞു. ये उसको शादी नहीं की, उसे मार डाला. ഇത് ദാവീദിന്റെ മരണത്തിന് 1 വർഷത്തിന് ശേഷമാണ് സംഭവിക്കുന്നത് എന്നാ പറയുന്നത്. ये दावीद की मृत्यु के 1 साल बाद हुआ. ഹല്ലേലൂയ. അതിനുശേഷം उसके बाद ഈ ശൂലേംകാരത്തി അല്ലെങ്കിൽ ശൂനേമി അബീഷാഗ് അവളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. वो अपने देश में लौट गया. ശലോമോനും അവളെ വിവാഹം കഴിച്ചില്ല. सोलोमन भी उसे शादी नहीं ഇതൊരു किया. ചരിത്രമാകട്ടോ. एक इतिहास है. അവൾ മടങ്ങിപ്പോയ ശേഷം वो लौट जाने के बाद പിന്നെയും 3-4 വർഷങ്ങൾക്ക് ശേഷം और 3-4 साल के बाद ശലോമോന് ബാൽ ഹമേൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവളുടെ നാട്ടിൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. कि सोलोमन राजा को उसके देश में एक अंगूर की वाटिका थी. ആ മുന്തിരിത്തോട്ടത്തിൽ വിളവെടുപ്പിന്റെ സമയമായപ്പോൾ ശലോമോൻ അവിടെ ചെന്നു. कि जब उस अंगूर के बहारी में जब फल उगाना लेने का समय में वो वहां गया, ആ സമയത്ത് ശലോമോൻ പിന്നെയും ഈ അബീഷാഗിനെ കണ്ടു. उस समय फिर से इसने अभिषेक को देखा. അവളുടെ സൗന്ദര്യം ശലോമോനെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു. उसका खूबसूरती उसको बहुत इम्प्रेस किया. ശലോമോൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നു കൊട്ടാരത്തിലേക്ക്. कि सोलोमन उसको लेके आया राजमहल അവളെ में. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. उसको शादी करने की इच्छा പക്ഷെ रखा, അവളുടെ സമ്മതം വേണം. लेकिन उसका इच्छा चाहिए. അവൾ എന്ത് ചെയ്താ സമ്മതിക്കത്തില്ല. वो कुछ भी करते हो हाँ അവൾ नहीं बोलते. പറയാണ്, എനിക്കൊരു ഇടയ ചെറുക്കനുണ്ട്, वो कहते हैं मुझे एक चरवा लड़का അവനെ है, മാത്രമേ ഞാൻ വിവാഹം मैं കഴിക്കൂ. उससे शादी करूंगा. ഒരു കാര്യം ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, ശലോമോൻ ഒത്തിരി വിവാഹം കഴിച്ച മനുഷ്യനാണ്. सोलोमन बहुत शादी किया व्यक्ति है. ആ വിവാഹങ്ങളെല്ലാം പരാജയവുമായിരുന്നു. वो सारे के सारे शादी पराजित है. വചനം പഠിപ്പിക്കുന്നത് वचन सिखाता है അവൻ കല്യാണം കഴിച്ച പല രാജ്യങ്ങളിലെ രാജകുമാരികൾ അവരെ വിവാഹം കഴിച്ചതുകൊണ്ട് എന്തു സംഭവിച്ചു? ശലോമോനെ അവരൊക്കെ കൂടി അവരുടെ ദൈവങ്ങളുടെ ആരാധനാലയങ്ങളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. कि अब ध्यान देना कि वहां कहते हैं सोलोमन ने जिससे भी शादी किया वो सारे के सारे स्त्रियां उन्होंने अपनी देवी देवताओं में अपने मंदिरों में इसको ले गया. ശലോമോന് ശക്തി ഉണ്ടായിരുന്നു, സൗന്ദര്യം ഉണ്ടായിരുന്നു, उसको शक्ति था, सामर्थ्य था, ധാരാളം ഭാര്യമാരുണ്ടായിരുന്നു. बहुत सारी पत्नियां थी. അവരെല്ലാം കൂടെ കൂടി वो सब मिलके അന്യാരാധന, അന്യ ദൈവത്തിന്റെ ആരാധനയിലേക്ക് കൊണ്ടുപോയി. वो दूसरे देवी देवता की आराधना में ले गया. അവന്റെ ജീവിതം പരാജയപ്പെട്ടു. उसका जीवन पराजित हुआ. അവന് വൈകിയാണ് ഒരു തിരിച്ചറിവുണ്ടായത്. उसको बाद में एक समझ आया.
വൈകിയാണ് ഒരു തിരിച്ചറിവുണ്ടായത്. उसको बहुत देरी से एक समझ आया. എന്താ തിരിച്ചറിവെന്നറിയാമോ? क्या समझ आया? ഞാൻ ദൈവത്തിൽ നിന്ന് എത്ര ദൂരെ പോയെന്നുള്ളൊരു തിരിച്ചറിവ്. मैं परमेश्वर से कितना दूर गया है. ഞാൻ പരാജയപ്പെട്ടെന്നുള്ളൊരു തിരിച്ചറിവ്. मैं पराजित हुआ बोल के अनुभव. ആ തിരിച്ചറിവിൽ നിന്ന് അവൻ എഴുതിയ പുസ്തകങ്ങളാണ് ഉത്തമഗീതവും സഭാപ്രസംഗിയുടെ പുസ്തകവും. कि उसी में से उसने लिखा हुआ किताब है सॉन्ग्स ऑफ सॉन्ग और प्रोवर्ब्स. ഒരു പിന്മാറ്റക്കാരൻ മടങ്ങി വന്നിട്ട് എഴുതിയ പുസ്തകങ്ങളാണ് ഈ രണ്ട് പുസ്തകങ്ങൾ. एक जो पीछे हुआ व्यक्ति लौट आने के बाद लिखा हुआ किताब है ये दोनों. സത്യത്തിൽ അഭിഷാഗ് ശലോമോനെ അത്ഭുതപ്പെടുത്തി. हकीकत में अभिषेक सलोमोन को अचंबक किया. അവനാണെങ്കിൽ മിന്നുന്നതിന്റെ എല്ലാം പുറകെ പോയവനാ. वो जो भी चमकता उसके पीछे गया. അവനാണെങ്കിൽ ഏത് രാജ്യത്തിൽ നിന്ന് ഒരു പ്രപ്പോസൽ വന്നാൽ അന്നേരം ഹാ പറയുന്നവനാ. वो कोई भी राजा से एक प्रपोजल तो हाँ बोलता था. ജീവിതത്തിൽ ഒരു മൂല്യവും ആ കാര്യത്തിൽ അവൻ നിശ്ചയിച്ചിരുന്നില്ല. कि उसमें उसने कोई वैल्यू नहीं रखा. അവര് പറയുന്നിടത്തൂടെല്ലാം അവനെ കെട്ടി വലിച്ചോണ്ട് നടന്നു. वो जहाँ भी बोलता वहां से गुजरता था. സത്യദൈവത്തെ അറിയുന്നവൻ അന്യ ആരാധനയിൽ കുടുങ്ങിക്കിടന്നു. वो जो हकीकत की परमेश्वर को जानने वाले अन्य आराधना में അവിടെയാണ് उलझ गए. പ്രിയരെ അഭിഷാകിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ശൂലേംകാരത്തിയുടെ പ്രത്യേകത. वहाँ है अली का जो शूलेमकार के जो खास. അവളുടെ മേൽ ഉണ്ടായിരുന്ന പ്രലോഭനം ചെറുതായിരുന്നില്ല. उसके ऊपर जो प्रबोधन कम नहीं था. ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാ അവൾക്ക് വന്നത്. एक छोटे से गांव में रहने वाले के सबसे बड़ा जो हाथ सकता वो उसके पास आया ഒരു था. സാധാരണ നാട്ടിൻ പുറത്തുകാരിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാ അവൾക്ക് വന്നത്. एक साधारण गांव में रहने वाले को जो सबसे बड़ा भाग्य मिलता है वो उसको मिला. ശലോമോനെ വിവാഹം കഴിക്കാൻ രാജകുമാരികൾ ക്യൂ നിൽക്കുമ്പോൾ जब सोलोमन से शादी करने के लिए राजकुमारी लोग जब रहते നാട്ടിൻ हैं, പുറത്തുകാരിക്ക് കിട്ടിയ സൗഭാഗ്യത്തിൽ അവൾ മതിമറന്നില്ല. एक गांव में रहने वाले को जो मिला हुआ सौभाग्य में वो उसके पीछे नहीं അവൾ गया. പറഞ്ഞു എന്റെ ജീവിതത്തിൽ ചില നിഷ്ഠയുണ്ട്, उसने बोला मेरे जीवन में कुछ എന്റെ वैल्यूज है, ജീവിതത്തിന് ചില കാഴ്ചപ്പാടുണ്ട്. मेरे जीवन की कुछ दृष्टि ആ है. പെൺകുട്ടിയുടെ ഡിറ്റർമിനേഷൻ, उस व्यक्ति की जो डिटर्मिनेशन ആ था, പെൺകുട്ടിയുടെ തീരുമാനങ്ങൾ ശലോമോനെ അത്ഭുതപ്പെടുത്തി. उसका जो निर्णय सोलोमन को अद्भुत किया. അവൻ വെച്ച് നീട്ടിയ വലിയ ഓഫർ തട്ടി മാറ്റിയിട്ട് उसने जो रखा बड़े बड़े ऑफर्स को उसने छोड़ के അവൾ തന്റെ ഇടയ ചെറുക്കന്റെ കൂടെ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ वो अपने चरवा लड़के के साथ जाएगा. ശലോമോൻ അതിന് അവളെ സമ്മതിച്ചു. सोलोमन ने उसके लिए हाँ कहा. ശലോമോന്റെ ജീവിതത്തിലെ വലിയ ചോദ്യചിഹ്നമായിരുന്നു. वो उसके जीवन का बहुत बड़ा सवाल था. ചരിത്രം പറയുന്നത് इतिहास कहता है അഭിഷാഗ് ശലോമോനെ അത്ഭുതപ്പെടുത്തി. ये जो स्त्री लड़की है उसको अचंबक किया. തീരുമാനങ്ങളുള്ള ഒരു പെൺകുട്ടി, जो निर्णय वाली एक लड़की, ജീവിതത്തിൽ ഹല്ലേലൂയ നിഷ്ഠയുള്ള ഒരു പെൺകുട്ടി, कि जीवन में कुछ नियम रखा हुआ लड़की, അടിസ്ഥാനങ്ങളുള്ള ഒരു ജീവിതം. एक नीम के साथ जो അതുകൊണ്ടാണ് जीवन. വചനം ആ പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞത് इसके लिए वचन में वो लड़की എന്റെ के बारे में, കാന്ത കെട്ടി അടച്ച ഒരു തോട്ടമാ. कि ഹല്ലേലൂയ. मेरा जो दुल्हन है कि बांधा हुआ एक वाटिका അവൾ है. ജീവിതത്തിൽ കെട്ടുറപ്പുള്ള ഒരു വ്യക്തിത്വമാ. वो एक बोलते ना नीम के അവൾ साथ एक व्यक्ति കെട്ടി है. അടച്ചൊരു തോട്ടമാ. वो बांधा हुआ एक वाटिका है. ആർക്കും ഇൻട്രൂഡ് ചെയ്യാൻ കഴിയാത്തവണ്ണം, कोई भी घुसपैठ ना कर पाए वैसा, ആർക്കും അനുവാദമില്ലാതെ പ്രവേശിക്കാൻ കഴിയാത്തവണ്ണം बिना इजाजत के कोई नहीं आ सकते वैसा. കാന്ത അവൾ കെട്ടി അടച്ച ഒരു തോട്ടമാ. कि जो दुल्हन है बांध के रखा അവൾ हुआ एक वाटी है. മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാ. वो मुद्रा डाला हुआ एक അവൾ कुआं है. മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാ. वो मुद्रा डाला हुआ एक कुआं है. ശലോമോൻ അവളെ നോക്കിയിട്ട് കാവ്യാത്മകമായിട്ട് പാടുകയാണ്. सोलोमन उसको देख के इस ഓ, प्रकार നീ गीता है സ്ത്രീകളുടെ നടുവിൽ നീ ഉദാഹരണമാ. कि स्त्रियों के बीच में तू एक उदाहरण നീ है, മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. कि तू मुद्रा डाला हुआ നീ कुआं കെട്ടി है, അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്. तू बांधा हुआ एक वाटिका ഞാനാണെങ്കിൽ है. ലോകത്തിലെ സകല സ്ത്രീകളുടെ പുറകെ ഓടിയ മനുഷ്യനാ. कि मैं इस दुनिया के सारे स्त्रियों के पीछे भागा ജീവിതത്തിൽ व्यक्ति ഒരു है. നിഷ്ഠയും പാലിക്കാതെ मैंने ना कोई वैल्यू रखते എല്ലാ हुए പാപത്തിന്റെ പിന്നാലെ ഞാൻ ഓടിയവനാണ്. सब पापों के पीछे में भागा है. അഭിഷാക്, നീ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. अभिषेक तू मुझे अचंबक നിന്റെ करता है. തീരുമാനങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നു. तेरे निर्णय मुझे अचंबक करता है. എന്റെ മുഖത്തു നോക്കി എന്നെ വേണ്ടെന്ന് പറയാൻ നീ കാണിച്ച ആ ധൈര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു. मुझे देख के मेरे चेहरे पे देख के ना बोलने का जो धैर्य तूने बताया उसके लिए मैं अचंबक हूं. അവൻ വില്ലനാ കഥയിലേത്. वो विलन है कहानी പക്ഷെ का. അവൻ അറിയാതെ തന്നെ തോന്നുക അവൻ പരാജയപ്പെട്ട മനുഷ്യനാണ്. അവന് ഹല്ലേലൂയ ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ അവന് തോന്നുകയാണ് ഇതാണ് ശരിയായ ജീവിതം. कि ഹല്ലേലൂയ. उसको पता है वो पराजित व्यक्ति है, लेकिन वो लड़की को देख के बोलते ये सही जीवन അവന് है. തോന്നുകയാണ് നോക്കെ അവൾക്ക് ശക്തിയില്ല, അവൾക്ക് കഴിവില്ല, അവൾക്ക് അധികാരങ്ങളില്ല, പക്ഷെ അവൾക്ക് തീരുമാനങ്ങളുണ്ട്. उसको सामर्थ नहीं है, शक्ति नहीं है, अधिकार नहीं है, लेकिन उसको निर्णय है. പശ്ചാത്താപത്തോടുകൂടെ ശലോമോൻ അവളെ വാഴ്ത്തിക്കൊണ്ട് എഴുതുകയാ.
पश्चाताप के साथ सोलोमन उसको उठाते हुए लिखता है। ഇന്ന് പകൽക്കാല സഭയെ നിങ്ങൾ കേൾക്കണം. आज के दिन कलीसिया तुम सुनना है। സഭ ഉറപ്പുള്ളവരാണ്. कलीसिया जो पक्का है, സഭ തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവരാണ്. कलीसिया निर्णय में पक्का സഭ होना चाहिए, ജീവിതത്തിൽ നിഷ്ഠയുള്ളവരാണ്. कलीसिया जीवन में पक्का होना നാം चाहिए। കുഞ്ഞാടിന്റെ മണവാട്ടിയാ. हम नेमने का दुल्हन है, അടയ്ക്കപ്പെട്ട തോട്ടമാണ്. हम बांध के रखा हुआ वाटी है, മുദ്രയിട്ടിരിക്കുന്ന കിണറാണ്. कि मुद्रा डाला हुआ कुआं है। ഹല്ലേലൂയ. हालेलुया। ലോകത്തിന്റെ എന്തെങ്കിലും പ്രലോഭനം കാണുമ്പോൾ അങ്ങോട്ട് ചായുന്നവരല്ല ദൈവമക്കൾ. कि दुनिया का प्रलोभन देख के उसकी ओर मुड़ने वाले नहीं है परमेश्वर के അങ്ങനെ बच्चे, ചായണ്ടവരല്ല ദൈവമക്കൾ. ऐसे मुड़ने वाले नहीं है परमेश्वर के बच्चे। അഭിഷേക് ശലോമോനെ അത്ഭുതപ്പെടുത്തുക. अभिषेक जो है सोलोमन को अचंभव അതുകൊണ്ട് करता है, അവൻ ഉത്തമഗീതം എഴുതുകയാ. इसके लिए वो उत्तम गीत लिखता है। ഉത്തമഗീതം അവന്റെ പരാജയത്തിന്റെ ഗീതമാണെങ്കിലും, उत्तम गीत उसके पराजय का गीत है, तो भी ഉത്തമഗീതം അവന്റെ പരാജയത്തിന്റെ ഗീതമാണെങ്കിലും, भले वो पराजय का गीत है, ഹല്ലേലൂയ, അവൻ എഴുതാൻ പറ്റുകയില്ല. അത് वो लिख नहीं पाया। അവനിലെ പശ്ചാത്താപം പറഞ്ഞു, उसका जो पश्चाताप कहा, അവനിലെ റിപ്പന്റൻസ്, ഹല്ലേലൂയ, അവനിലെ അനുതാപം उसका जो पश्चाताप है, അവനോട് പറഞ്ഞു, उससे कहा നീ തോറ്റവനാ, तू हरा हुआ है, നിന്റെ പാപങ്ങൾ നീ ഏറ്റു പറയണം, तू तेरे पापों को നീ स्वीकार അത് कर, എഴുതണം. वो ഹല്ലേലൂയ. लिख तू। ശലോമോന്റെ ജീവിത അവസാന കാലങ്ങളിലുണ്ടല്ലോ, सोलोमन के जीवन के अंतिम में അവൻ മടങ്ങി വന്നെന്ന വേദപുസ്തകം वो പറയുന്നു. कहते हैं लौट आया, അവന്റെ പരാജയങ്ങൾ ഏറ്റു പറഞ്ഞ് അവൻ മടങ്ങി വന്നു. वो अपनी गलतियों को स्वीकार करके लौट आया। അപ്പോഴാണ് ജീവിതത്തിൽ അവന് ഹല്ലേലൂയ ചില പാഠങ്ങൾ പഠിച്ചത്. तब जाके अपने जीवन में उसने पाठ सीखा। അതിന് ദൈവം പലരും ഉപയോഗിച്ചു. അതിലൊരാളാണ് അഭിഷേക്. उसमें परमेश्वर बहुत सारे लोगों को इस्तेमाल किया, उसमें से एक है अभिषेक। ജീവിതം എന്ന് പറഞ്ഞാൽ जीवन जो कहता है, ലോകമയത്വത്തിൽ ആഘോഷിച്ച് തീർക്കേണ്ടതല്ല എന്ന പാഠം അഭിഷേകാണ് ശലോമോനെ പഠിപ്പിച്ചത്. जीवन जो है दुनिया के में मोह में जीने के लिए नहीं है करके अभिषेक ने ജീവിതം എന്ന് सिखाया। പറഞ്ഞാൽ जीवन जो है തിളങ്ങുന്ന എല്ലാത്തിന്റെയും പിന്നാലെ പോയി തീർക്കേണ്ടതല്ല എന്ന് ശലോമോനെ പഠിപ്പിച്ച വ്യക്തിയാണ് ഈ ശൂലേമി. ഹല്ലേലൂയ. ये जो शूलेमी ने सीखा है कि जो भी चमकता है उसके पीछे नहीं जाना है, वो है जीवन। മിന്നുന്ന എല്ലാത്തിന്റെയും പിന്നാലെ പോകുന്നവൻ ആകല്ല് ദൈവത്തിന്റെ പൈതൽ. कि हर एक चमकने वाले के पीछे नहीं जाना चाहिए परमेश्वर के വെള്ളത്തിന്റെ बच्चे। കുമള പോലെ മിന്നി വിളങ്ങുന്ന ജഡിക സുഖങ്ങൾക്ക് പിന്നാലെ പോയി ജീവിതം നഷ്ടപ്പെടുത്തുവാൻ ഉള്ളവനല്ല ദൈവ പൈതൽ. पानी के चमक जैसे चमक के उठते हैं उस प्रकार हर एक के पीछे जाने के लिए नहीं है परमेश्वर के बच्चे। എല്ലാത്തിന്റെയും അവസാനം കണ്ടെത്തുവാൻ ശ്രമിച്ച്, कि सबका अंतिम जाने की कोशिश എല്ലാത്തിന്റെ करके, പിനാക്കൾ, ഒപ്റ്റിമം, ശക്തിയുടെ പിനാക്കൾ, ഭരണത്തിന്റെ അധികാരത്തിന്റെ പിനാക്കൾ, സുഖലോലുപരിതയുടെ പിനാക്കൾ, എല്ലാത്തിന്റെയും മാക്സിമം കണ്ടെത്താൻ ശ്രമിച്ച ശലോമോൻ कि हर एक चीज का शक्ति का सामर्थ का हर एक का अंत तक समझने की जो कोशिश किया എല്ലാം हुआ, മായെന്ന് തിരിച്ചറിഞ്ഞ ശലോമോൻ सब कुछ जाना हुआ सलोमोन ഓടി തളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെ പറയുകയാണ്, कि भाग के थका हुआ व्यक्ति के समान ഞാൻ कहता ലോക है, സുഖത്തിന്റെ പിന്നാലെ ഓടിയവനാ, मैं दुनिया के सुख के पीछे भागा, നൈമിഷിക സുഖങ്ങൾക്ക് പിന്നാലെ ഞാൻ ഓടിയ വ്യക്തിയാണ്. मैं इन खुशियों के पीछे भागा हुआ व्यक्ति പക്ഷെ है। ഇവിടെ ഇതാ ഒരു ഫീബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടി, लेकिन यहाँ देखो एक कमजोर ഒരു लड़की, കുറുംപ്രാവ് പോലെ നിഷ്കളങ്കയായ പെൺകുട്ടി, एक भंडोकी के समान एक लड़की, ഒരു ഹല്ലേലൂയ പേടമാൻ പോലെ സാധുവായ പെൺകുട്ടി. एक हिरनी जैसा साधारण लड़की, അവൾ സാധുവാണ്, वो साधु है, നാട്ടിൻപുറത്തുകാരിയാണ്, वो गांव की है, അധികാരങ്ങൾ ഇല്ലാത്തവളാണ്. अधिकार नहीं है, പക്ഷെ അവൾക്ക് ജീവിതത്തിൽ തീരുമാനങ്ങളുണ്ട്. लेकिन उसको जीवन में कुछ निर्णय है। ദൈവ പൈതലേ, നീ സാധുവായിരിക്കാം, परमेश्वर के बच्चे तू साधु हो सकते हैं, കുറുംപ്രാവ് പോലെ നിഷ്കളങ്കയായിരിക്കാം, तू पंडुक के जैसा നീ ഒരു नागपात हो सकता പേടമാൻ है, പോലെ സാധുവായിരിക്കാം. तू हिरनी जैसा साधु हो सकता है, പക്ഷെ നിനക്ക് തീരുമാനങ്ങളിൽ ഉറപ്പുള്ളവളായിരിക്കണം. लेकिन तुझे निर्णय में पक्का होना നിന്റെ चाहिए, തീരുമാനങ്ങളിൽ കൊടികളോട് കൂടിയ സൈന്യത്തെ പോലെ നീ ആയിരിക്കണമെന്ന് कि तेरे निर्णय में तू एक सेना जैसा होना चाहिए। എത്ര പേർ ഈ പകൽക്കാലം പറയും, कितने लोग आज के दिन कहेंगे ലോകത്തിന്റെ മാടി വിളിക്കൽ, ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്ക് ഞാൻ कि കീഴടങ്ങുകയില്ല. दुनिया के जो प्रलोभन में मैं कमजोर नहीं വെള്ളത്തിന്റെ होगा, കുമള പോലെ മിന്നി വിളയി മറയുന്ന സുഖങ്ങൾക്ക് പിന്നാലെ ഞാൻ ഓടുകയില്ല. पानी में जैसे चमक आके खाए पोते उसके കർത്താവേ, पीछे मैं नहीं ഞാൻ जाऊंगा। മടങ്ങി വരാൻ തയ്യാറാ. परमेश्वर में लौट आने को എത്ര तैयार പേർ ഈ है, പകൽക്കാലം ഒരു മടങ്ങി വരവിന് തയ്യാറാണ്. कितने लोग आज लौट आने को तैयार ഒരുവൻ है। വഴി തെറ്റിയാൽ അവൻ മടങ്ങി വരും. अगर एक व्यक्ति का रास्ता भटक जाए वो लौट അവൻ आएगा, മടങ്ങി വരും. പ്രിയമുള്ളവരെ, वो लौट आएगा। നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിനോട് അടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, अगर आपके दिल में अगर परमेश्वर അവന്റെ के पास आने की इच्छा വഴികളെ है, ഹല്ലേലൂയ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ, उसका रास्ता अगर तुम खोजता है, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് if you are truly seeking hallelujah the way of righteousness, अगर आप हकीकत में धार्मिकता का मार्ग को खोजता है,
നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാട്ട് आपके पापों को स्वीकार ഏത് करो। പോയിന്റ് ഓഫ് ടൈമിലാണ് നിങ്ങൾക്ക് തോന്നുന്നത് कौन से समय है आपको ऐसा लगता ജീവിതത്തിലെ है ഏറ്റവും മോശപ്പെട്ട വ്യക്തിയാ, कि जीवन का सबसे खराब ഞാൻ व्यक्ति है, നരകത്തിന് യോഗ്യനാ, मैं मृत्यु का योग्य है। കർത്താവേ ഹല്ലേലൂയ, നിന്റെ കൃപ എന്റെ മേൽ പകരണം, प्रभु तेरा अनुग्रह मुझ पे उंडे, എന്നോട് ക്ഷമിക്കണം കർത്താവേ, मुझे क्षमा कर, ജയത്തോട് ജീവിപ്പാൻ എനിക്ക് കഴിയണം കർത്താവേ. जय के साथ जीने के लिए मुझे बल दे। ഓ, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ जब तुम ऐसा प्रार्थना करने का, കർത്താവിനോട് അടുത്ത് വരും. प्रभु तुम्हारे पास आएगा। ദൈവസഭ ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് വാർദ്ധരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ कि परमेश्वर कलीसिया इन दिनों में उपवास करके अलग होकर जब we प्रार्थना have करते the हैं, true desire. हमें एक सच्चा इच्छा है, If you have the true desire अगर हकीकत की इच्छा है get closer with God, परमेश्वर के पास आने to का, see his glory, उसकी महिमा देखने का, ദൈവം നിങ്ങളുടെ പാപങ്ങളെ മറച്ചു വെക്കത്തില്ല. परमेश्वर आपके पापों को छुपा के नहीं रखेगा, ദൈവം നിങ്ങളുടെ പാപങ്ങളെ കണ്ടില്ലെന്ന് നടിക്കത്തില്ല. परमेश्वर आपके पाप को नहीं देखा नहीं ദൈവം करेगा, അത് വിളിച്ചു പറയും, परमेश्वर पुकार के നിന്റെ कहेगा ജീവിതത്തിൽ ഇന്നടത്ത് പരാജയമുണ്ട്. तेरे जीवन में वहां पराजय है। അത് ദൈവത്തിന് കോപമുണ്ടായിട്ടല്ല, वो परमेश्वर അത് क्रोध कर, കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകരുത്. वो सुन के परमेश्वर से भाग के मत जाओ। ഒരു വചനം വളരെ നമ്മുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന വചനം കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് ഓടിപ്പോകല്ലേ. जो वचन हमारे दिलों में घाव देते उससे അത് भाग के ആരും नहीं जाना है। പ്രസംഗിച്ചാലും भले वो कोई भी ആ प्रचार വചനം करे, നിങ്ങളെ മുറിവേൽപ്പിച്ചെങ്കിൽ अगर वो वचन तुम्हें घाव देता है നിങ്ങൾ പറയണം, तुम्हें कहना है കർത്താവിന്റെ അകത്തെ ദാഹത്തെ കണ്ടു, परमेश्वर मेरे अंदर की इच्छा को എന്റെ देखा, വിശപ്പിനെ കണ്ടു, मेरे भूख को देखा। ഞാൻ കഴിഞ്ഞ ഒത്തിരി ദോഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കർത്താവിനോട് അടുക്കാൻ. मैं बहुत दिन से कोशिश कर रहा परमेश्वर के पास आने അടുക്കാൻ का, എനിക്ക് പറ്റിയില്ല. मैं पास नहीं आ ഞാൻ पाया। ഓർക്കുകയായിരുന്നു, എന്താ കർത്താവേ, मैं सोच रहा था क्यों why परमेश्वर, you are not hearing my cries? क्यों मेरा पुकार को नहीं सुन നീ എന്താ रहे, എന്റെ കരച്ചിൽ കാണാത്തത്? क्यों मेरे पुकार को നീ नहीं सुन എന്താ रहे, മുഖം മറയ്ക്കുന്നത്? तू क्यों मुंह को നീ छिपा എന്താ रहा है, അടുത്ത് വരാത്തത്? तू क्यों पास नहीं आ रहे। എനിക്ക് ആഗ്രഹമുണ്ടായിട്ടും मुझे इच्छा है फिर भी, എന്താ കർത്താവ് നീ മിണ്ടാത്തത്? क्यों परमेश्वर तू चुप है। ഇന്ന് പകൽ നീ പറയണം, എനിക്ക് മനസ്സിലായി കർത്താവേ, आज तुझे बोलना हाँ എന്റെ परमेश्वर समझ ജീവിതത്തിൽ में ഇനി आया, മാറേണ്ട മേഖലകൾ ഉണ്ടായിരുന്നു, मेरे जीवन में और भी बदलने के बंधन है, ശുദ്ധീകരിക്കപ്പെടേണ്ട അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. और शुद्ध होने का എന്നെ जगह है। ഒന്നുകൂടെ ഒന്ന് കഴുകണമേ. मुझे वापस एक बार दो ഇന്ന് ना। പകൽ കലപത്ര പറയും, എന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകണമേ, आज कितने लोग बोलेंगे मुझे वापस एक बार दो, ഒന്നുകൂടെ ഒന്ന് കഴുകണമേ. मुझे वापस एक बार दो, എത്ര പ്രാവശ്യം കഴുകണം? कितने बार धोना है, അനുദിനം കഴുകണം കേട്ടോ. हर दिन धोना है, എപ്പോഴും കഴുകൽ പ്രാപിച്ചുകൊണ്ടിരിക്കണം. हमेशा കാൽവരി ക്രൂശിൽ നിന്ന് ഒഴുകിയ രക്തത്തിന്റെ ആ ഹല്ലേലൂയ ഫൗണ്ടൻ, ആ ഉറവ, जो कालवरी क्रूस से बहा हुआ लहू का जो सोरता है അതൊരിക്കലും വറ്റാത്ത ഉറവയാ. वो कभी सूखने वाला नहीं है। സക്കറിയ 13 അധ്യായം പറഞ്ഞു, सकरिया 13 में ഞാൻ कहा, ഇസ്രായേൽ ജനത്തിന്റെ പാപമോചനത്തിനായി तू इसराइल के लोगों के पाप के उद्धार के लिए ഒരിക്കലും വറ്റാത്ത ഒരു ഉറവ തുറക്കും. तू कभी नहीं सूखने वाला सोरता खोलेगा, Never drying fountain. कभी ना सूखने वाला, ഒരിക്കലും വറ്റാത്ത ഉറവ. कभी नहीं सूखने वाला। ആ ഉറവ തുറന്നത് കാൽവരി ക്രൂശിലാ. वो जो स्रोता खुला कालवरी क्रूस ക്രൂശിൽ में, നിന്ന് പാഞ്ഞൊഴുകുന്ന പാപമോചനത്തിന്റെ ഉറവ, അത് ഒരിക്കലും വറ്റാത്ത ഉറവയാ. कि सूली से जो बहने वाला लहू का जो स्रोत है वो कभी सूखने वाला नहीं है। ഹല്ലേലൂയ. ഈ പകൽക്കാലവും आज के दिन ആ ക്രൂശിൽ നിന്ന് उस क्रूस में से എന്റെ നിന്റെ മേൽ അവിടുത്തെ പുണ്യാഹ രക്തം ഒഴുകിയിറങ്ങാൻ പോകുകയാ. कि आज उस सूली में से मेरे और तुम्हारे ऊपर वो पवित्र लहू बहने वाला है, വറ്റാത്തൊരു ഉറവ, जो कभी नहीं सूखने वाला, ഒരിക്കലും വറ്റാത്തൊരു ഉറവ. कभी सूखने नहीं वाला। പകൽക്കാലം പറഞ്ഞാട്ടെ, എന്നെ കഴുകണമേ आज के കർത്താവേ, दिन बोलो प्रभु मुझे धोना, എന്നെ ശുദ്ധീകരിക്കണമേ കർത്താവേ. मुझे शुद्ध करना। बादल के